തെറ്റുപറ്റി തിരുത്തിയാൽ അപ്പൊ തന്നെ വേറെ പുതിയ വാക്കാണ് യു ടേൺ. തെറ്റുപറ്റി തിരുത്താനും പാടില്ല കേരളത്തിൽ. ആ തെറ്റുമ്പോ പിടിച്ച് തൂങ്ങി ഊഞ്ഞാലാടണം, പോകേണ്ട വഴിയിലേക്ക് കൊണ്ടുപോകണം. അതിന് ചിലപ്പോൾ ബോൾഡായ സ്റ്റെപ്പ് എടുക്കേണ്ടി വരും, ധീരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ തീരുമാനങ്ങൾ എടുത്ത് പോയേ പറ്റുള്ളൂ കേരളം. നോ കോംപ്രമൈസ് ആ കാര്യത്തിൽ. സ്വകാര്യ നിക്ഷേപങ്ങൾ വരും, എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാവും, എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവും. ഇപ്പൊ തന്നെ വന്നു തുടങ്ങിയ ആള് ഈ പോളിസി ഡിക്ലെയർ ചെയ്തപ്പോ വന്നു തുടങ്ങി. 4 അന്താരാഷ്ട്ര എയർപോർട്ടുകളുണ്ട് കേരളത്തിൽ, ചെറിയ പ്രോക്സിമിറ്റിയിൽ ഇല്ലേ. അതൊരു ഏവിയേഷൻ ഹബ്ബാക്കണം. ഞങ്ങൾ 27 പ്രോജക്റ്റും തയ്യാറാക്കിക്കൊണ്ടാണ് അധികാരത്തിലേക്ക് വന്നത്. അവിടെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ഉണ്ടാകണം, പൈലറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകണം, ഏവിയേഷൻ ക്രൂവിന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റണം. 27 പ്രോജക്റ്റുകൾ ഏവിയേഷൻ ഹബ്ബാക്കും. ലോകത്തിലെ പ്രധാനപ്പെട്ട വിമാനത്താവള കമ്പനികൾ വരുന്നുണ്ട് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, വരുന്നുണ്ട്. വന്ന് ഞങ്ങൾ സംസാരിച്ച് കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച്, പൈസ ഇല്ലല്ലോ കയ്യിൽ, നമുക്ക് പല കാര്യങ്ങൾ, പല എക്കണോമിക് മോഡലുകൾ ഉണ്ടാക്കണം. ചില സ്ഥലത്ത് നമുക്ക് സ്ഥലം കൊടുക്കും, സ്ഥലമാണ് നമ്മുടെ ഇക്വിറ്റി. നടന്നു പോകാനുള്ള സംഭവങ്ങൾ വേണം. അപ്പൊ പോർട്ട് സിറ്റി ഉണ്ടാവും, ഏവിയേഷൻ ഹബ് ഉണ്ടാവും, നോളജ് ഇക്കോണമി, നോളജ് വാലി ഡിക്ലെയർ ചെയ്യും. എന്താ ഉദ്ദേശിക്കുന്നത്? ലോകത്തിലെ യൂണിവേഴ്സിറ്റി, ഫോറിൻ യൂണിവേഴ്സിറ്റീസ് വരണം, സെന്ററുകൾ കേരളത്തിൽ. അതിന് നിയമങ്ങൾ ഭേദഗതി ചെയ്യും, സംശയം വേണ്ട. ലോകത്തിലെ ലെഗസി യൂണിവേഴ്സിറ്റീസിന്റെ ക്യാമ്പസുകൾ കേരളത്തിലുണ്ടാവും. നമ്മൾ ചർച്ച തുടങ്ങി യൂണിവേഴ്സിറ്റികളുമായി. അവർ വരട്ടെ, നമ്മുടെ കുട്ടികൾ അവിടെ പോയി പഠിക്കട്ടെ. പുറത്തുനിന്നും കുട്ടികൾ വരും ഇവിടെ പഠിക്കാൻ, അതർ സ്റ്റേറ്റിൽ നിന്നും കുട്ടികൾ വരും പഠിക്കാൻ. എഡ്യൂക്കേഷന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കണം. ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. ആ ശ്രമം ഉണ്ടാവും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, പോർട്ട് സിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിന്റെ കൂടെ ടൂറിസം ഡെവലപ്പ് ചെയ്യണം. കൊച്ചിൻ പോർട്ടിന് 10 ഏക്കർ കൊടുക്കാൻ പോവാണ് ഗവൺമെന്റ്. അവിടെ ക്രൂയിസ് ടെർമിനൽ ഉണ്ടാവും. ക്രൂയിസ് ഷിപ്പ് കേരളത്തിൽ നിന്ന്, കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കും കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്കും ഉണ്ടാവും. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും ഉണ്ടാവും. ആളുകൾ യാത്ര ചെയ്യട്ടെ. ഇപ്പൊ യൂറോപ്പിൽ പോകണം, ഒരു ക്രൂയിസ് ഷിപ്പിൽ പോകണമെങ്കിൽ നമുക്ക് ഇത്രയും കടൽ കിടന്നിട്ട് നമുക്കിവിടെ സൗകര്യമില്ല. ആളുകൾ ഇങ്ങോട്ട് വരട്ടെ, വിദേശത്ത് പോകാതെ ഇന്ത്യയിലുള്ള ആളുകൾ ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ യാത്ര ചെയ്യാൻ വേണ്ടി വരട്ടെ. നമുക്ക് റിവർ ക്രൂയിസ് ഉണ്ടാവും. ഈ പോർട്ട് സിറ്റിയുമായി ബാക്ക് വാട്ടറിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും, ടൂറിസത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. നമുക്ക് ബീച്ചുണ്ട്, ബാക്ക് വാട്ടർ ഉണ്ട്, തൊട്ടപ്പുറത്ത് വെസ്റ്റേൺ ഗാർഡ്സ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്. ഈ ചെറിയ അകലത്തിൽ, ചെറിയ യാത്രയിൽ വൈവിധ്യമാർന്ന പ്രദേശങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് കേരളം. ഞങ്ങൾ ഓഷ്യനേറിയം തുടങ്ങാൻ പോവാണ് കൊച്ചിയിൽ. സിംഗപ്പൂരും സിഡ്നിയിലും മാത്രമേ ഉള്ളൂ. കടലിൽ നമ്മൾ തുടങ്ങാനുള്ള സംരംഭം ആരംഭിച്ചു. ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം ഉണ്ടാവും കേരളത്തിൽ. എന്തിനാണ് മാരിടൈം മ്യൂസിയം? നമുക്കൊരു മാരിടൈം ഹിസ്റ്ററി ഉണ്ടല്ലേ. പോർച്ചുഗീസുകാർ 1498 വന്നു, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നെ ബ്രിട്ടീഷുകാർ വന്നു, കുഞ്ഞാലിമരക്കാർ അവരുമായിട്ട് യുദ്ധം ചെയ്തു കടലിൽ തുടങ്ങിയ കേരളത്തിന്റെ, ഇന്ത്യയുടെ, ലോകത്തിന്റെ മാരിടൈം ഹിസ്റ്ററി അൺവൈൽ ചെയ്യുന്ന ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഒരു മാരിടൈം മ്യൂസിയം കേരളത്തിലുണ്ടാവും. അത് കാണാൻ പുറത്തുനിന്ന് ആളുകൾ വരും, റിസർച്ച് സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ളവർ. അത് ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് ആ മാരിടൈം മ്യൂസിയം വരുന്നത്. ഫിലിം സിറ്റി ഉണ്ടാവും. എല്ലാ രംഗത്തെയും ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. അതാണ് ഇക്കോണമിയെ ചലിപ്പിക്കാൻ. പോർട്ട് വേണം, എയർപോർട്ടിന്റെ കാര്യങ്ങൾ വേണം, അതുപോലെ നോളജ് രംഗത്ത് മാറ്റമുണ്ടാകണം. ഒരുപാട് സ്പേസ് ഇക്കോണമി. കേരളത്തിലല്ലായിരുന്നോ തുമ്പ വിക്രം സാരാഭായി സ്പേസ് സെന്റർ തുടങ്ങിയത്? അവിടെ നമുക്കിപ്പോ അത് സ്വകാര്യ നിക്ഷേപങ്ങൾ കൂടിയുള്ള പോളിസി ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്തിട്ടുണ്ട്. അത് അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരും, സ്പേസ് ഇക്കോണമിയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരും. അപ്പൊ നമുക്കുള്ള സാധ്യതകളെ, ഇപ്പൊ പ്ലാന്റേഷൻസ് മുഴുവൻ അടഞ്ഞിടക്കും, കൂട്ടിക്കിടക്കുക, ആർക്കും ഒരു കുഴപ്പമില്ല. അവിടെ നമുക്ക് മാറ്റം ഉണ്ടാക്കണം. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് ചെയ്യും, അവക്കാഡോ, റംബുട്ടാനൊക്കെ ചെയ്യും, ഇല്ലേ? സെയിം ക്ലൈമറ്റാണ് കേരളത്തിൽ. ഈ അവക്കാഡോയും റംബുട്ടാനും കേരളത്തിൽ ഉണ്ടാവും. അപ്പൊ മൾട്ടി ക്രോപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റേഷൻ അനുമതി കൊടുക്കുന്ന നിയമനിർമ്മാണം വരും. അതാണ് ലാൻഡ് റീഫോംസ് 2 പറഞ്ഞത്. അന്നത്തെ ഭൂപരിഷ്കരണം നല്ലതായിരുന്നു. ഇപ്പൊ അത് കാലാനുസൃതമായി
ആ നിയമങ്ങളിൽ മാറ്റം ഉണ്ടാകണം. അവിടെ ടൂറിസം പ്രോജക്റ്റുകൾ വരട്ടെ. കുറച്ചുകൂടി സ്ഥലം അവർക്ക് ടൂറിസം, എക്കോ ടൂറിസം, ആ സിസ്റ്റത്തിന് കണ്ടീഷണലാണ് എക്കോ ടൂറിസം. ആ സിസ്റ്റത്തിനും അവിടുത്തെ എക്കോ സിസ്റ്റത്തിനൊന്നും തകരാറ് വരാതെ എക്കോ ടൂറിസം ഉണ്ടാകട്ടെ. എത്ര മനോഹരമായ സ്ഥലങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അവിടേക്ക് ടൂറിസ്റ്റുകൾ വരട്ടെ. നമ്മൾ ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് നമുക്ക് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ കൂടി വെക്കാം. ഈ ഉണ്ടാകുന്ന ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ വാല്യൂ അഡീഷൻ തുടങ്ങാനുള്ള സ്ഥാപനങ്ങൾ അവർ തുടങ്ങണം. ഞാൻ പണ്ട് ഫിലിപ്പൈൻസിൽ പോയപ്പോൾ ഒരു പാക്കറ്റ് കിട്ടി. ഭയങ്കര വെൽ പാക്ക്, അതിമനോഹരമായ പാക്ക്. തുറന്നു നോക്കി, ഗംഭീര സാധനം. എന്താ പറയുക, ചക്കച്ചോള. അവർ ഒന്ന് വാല്യൂ ആഡ് ചെയ്തിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട്. വർഷങ്ങൾക്ക് മുമ്പാ നമ്മളിവിടെ വീണു പോവാണ്. ചക്ക വീണു പോയിട്ട് വേറെ വഴിക്ക് പോവാണ്. നമുക്ക് എന്തെല്ലാം സാധ്യതകളെ പ്രയോജനപ്പെടുത്താം ഇല്ലേ? ആ വഴികളിലൂടെയാണ് നമ്മൾ അന്വേഷണം നടത്തുന്നത്. അത് ഓരോ സെക്ടറിലും അറിവുള്ള ആളുകളുമായി നിരന്തരമായി ഹെൽത്ത്, ഡോക്ടർ മാർത്താണ്ഡം പിള്ള ഇവിടെ ഇരിക്കുന്നു. ഹെൽത്തിന്റെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആകാം കേരളം. നമുക്ക് നല്ല റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് തുടങ്ങാം. ഹോളിസ്റ്റിക് ആയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് കൊടുക്കാം. ഡോളറും പൗണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചീപ്പാണ് നമ്മുടെ പൈസ. അവരിവിടെ വരട്ടെ, നല്ല സ്ഥാപനങ്ങൾ തുടങ്ങട്ടെ. ഡോക്ടറൊക്കെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പോവാണ്. പുതിയ സ്ഥാപനങ്ങൾ കൂടി തുടങ്ങാൻ, പുതിയ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ ആളുകൾ വരും. നല്ല വെൽനസ് സെന്റേഴ്സ് വരട്ടെ, സീനിയർ സിറ്റിസൺസിനുള്ള പ്രത്യേക സംവിധാനങ്ങൾ വരട്ടെ, ഹോസ്പീസസ് വരട്ടെ, ഒരുപാട് സ്ഥാപനങ്ങൾ വരട്ടെ. അതിനെല്ലാം പ്രൊമോട്ട് ചെയ്യാണ്. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉള്ള നല്ല സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ചെയ്യാം. കുട്ടികളെ തയ്യാറെടുപ്പിക്കുകയാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ സെന്റേഴ്സ് ഓഫ് സയന്റിഫിക് ടെമ്പർ തുടങ്ങാം. കൂടുതൽ സയൻസിനോടും മാത്സിനോടും ഒക്കെ കുട്ടികൾക്ക് താല്പര്യമുണ്ടാക്കി കൊടുക്കുന്ന തരത്തിൽ. അതാണ് നമ്മുടെ സ്വപ്നത്തിലെ പുതിയുഗ കേരളം. ഇനി ഡിക്ലറേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇലക്ഷന് മുമ്പും പറഞ്ഞു, ഇലക്ഷന് ശേഷവും പറഞ്ഞു. ഇനി ഡെലിവറിയാണ്. ഓരോന്നിനും കൃത്യമായി. അതിന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡാറ്റ ഡ്രിവൺ ഗവേണൻസ് ആണ്. ഇപ്പൊ ഞങ്ങളൊരു 100 ദിന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വന്ന 500 ചില്ലാൻ പദ്ധതിയുണ്ട്. അതൊരു പോർട്ടലാണ്. കേരളത്തിന്റെ, രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി സർക്കാർ നടത്തുന്ന ഒരു പബ്ലിക് പോർട്ടലാണ്. മീഡിയയ്ക്ക് കയറി നോക്കാം, പബ്ലിക്കിന് കയറി നോക്കാം. ഓരോ പ്രോജക്റ്റും തീർന്നു കഴിഞ്ഞാൽ ഗ്രീനാണ്, കളർ കോഡാണ്. ഇടയിലാണെങ്കിൽ ആംബറാണ്, ഓറഞ്ച് കളറാണ്. തുടങ്ങിയിട്ടില്ലെങ്കിൽ റെഡ് കളറാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും എങ്ങനെയാണ് ഇത് പോകുന്നത് എന്ന് ജനം അറിയട്ടെ. ട്രാൻസ്പെറന്റ് ആകട്ടെ. നല്ല കോൺഫിഡൻസ് കൊടുക്കാം. ഇത് ഒരാൾക്കൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ടീം ബിൽഡ് ചെയ്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ ചെയ്യട്ടെ, അവർ വന്ന് അത് പരിശോധിക്കട്ടെ, ജനങ്ങൾ പരിശോധിക്കട്ടെ എന്താണ് നടക്കുന്നത് കേരളത്തിൽ. ഞാൻ കരുതുന്നത് ജനങ്ങളുടെ പരിശോധന നടക്കും, മാധ്യമങ്ങളുടെ പരിശോധന നടക്കുമ്പോൾ ആ പദ്ധതികൾ കൃത്യമായി ഓഡിറ്റ് ചെയ്ത് റിവ്യൂ ചെയ്ത് കൃത്യമായി തീർക്കാൻ പറ്റും. ആദ്യത്തെ പരീക്ഷണമാണ്. 500-ലധികം പദ്ധതികൾ 100 ദിവസത്തിലകം തീർക്കാൻ പറ്റുമോ എന്നത് ഇറ്റ്സ് എ ചാലഞ്ച്. അത് ഞാൻ 20 ദിവസം കൂടുമ്പോൾ റിവ്യൂ ചെയ്യാണ് പ്രോജക്റ്റുകളെല്ലാം. 20 ദിവസം, 100 ദിവസമല്ലേ ഉള്ളത്, 5 പ്രാവശ്യം. 5-മത്തെ ഇല്ല, 4-മത്തെ വരെയുള്ളൂ. 80 ദിവസം വരെ. 5-മത്തെ ദിവസം ജനങ്ങളോട് പറയണം ഇത്രയും തീർത്തു എന്ന്. അതൊരു ചാലഞ്ചാണ്, ഒരു പരീക്ഷണമാണ്. അത് പൂർണ്ണമായി വിജയിച്ചാൽ ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ ഒപ്പം തന്നെ കൃത്യമായിട്ട് അതിന്റെ ഒരു ഡെലിവറി ഉണ്ടാവും. പ്രഖ്യാപിക്കപ്പെട്ട പരിപാടികളുടെ ഡെലിവറി ഉണ്ടാവും, ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാവും, ആളുകൾ ഇവിടെ വരും. ഇല്ലാത്ത കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ചുള്ള വിവാദങ്ങളാണ്. ആ വിവാദങ്ങൾക്ക് ഗൗരവം, ഞാൻ പറഞ്ഞല്ലോ, ഗൗരവമായി പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യും. തെറ്റൊക്കെ വരും, മനുഷ്യനല്ലേ, തെറ്റൊക്കെ വരും. ഞാൻ എപ്പോഴും പറഞ്ഞു, തെറ്റുപറ്റി തിരുത്തിയാൽ അപ്പം തന്നെ വേറെ പുതിയ വാക്കാണ് യു ടേൺ. തെറ്റുപറ്റി തിരുത്താനും പാടില്ല കേരളത്തിൽ. ആ തെറ്റുമ്പോ പിടിച്ച് തൂങ്ങി ഊഞ്ഞാലാടണം. അതാണ് കുറെ പേര് ആഗ്രഹിക്കുന്നത്. തെറ്റാണെന്ന് പറഞ്ഞിട്ട്, തെറ്റാണെന്ന് മനസ്സിലായാലും അതിന്മേ കിടന്ന് ഊഞ്ഞാലാടണം. തെറ്റ് തിരുത്തിയാൽ അപ്പൊ തന്നെ മാധ്യമങ്ങൾ പുതിയ വാക്കാണ് യു ടേൺ അടിച്ചു. തെറ്റുകൾ തിരുത്തണ്ടേ? മനുഷ്യരല്ലേ നമ്മൾ. കുടുംബത്തിൽ എത്ര തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? പിതാവെന്ന നിലയിൽ, പിതാക്കൾ എന്നുള്ള നിലയിൽ, മക്കൾ എന്നുള്ള നിലയിലൊക്കെ എത്ര തെറ്റ് ചെയ്യുന്നുണ്ട്. മനുഷ്യരല്ലേ? മനുഷ്യരാകുമ്പോൾ തെറ്റുപറ്റി അത് കറക്റ്റ് ചെയ്യും. അപ്പൊ അതിനെ വേറെ തരത്തില് വ്യാഖ്യാനിക്കുക. അതിലൊന്നും ഈൽഡിയില്ല.
കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്ത ആ തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഈ ഗവൺമെന്റ് കാണിച്ചില്ലെങ്കിൽ ഒരവസരം പിന്നെ കേരളത്തിനുണ്ടാവില്ല. അത് തിരിച്ചറിവാണ് ഞങ്ങൾക്കുള്ളത്. ആ തിരിച്ചറിവ് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിന് വേണ്ടി, വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി, അടുത്ത ജനറേഷന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി ഉറപ്പായി ഒരു പുതിയുഗ കേരളം നമ്മളെല്ലാവരും ചേർന്ന്, ഞങ്ങൾ സർക്കാർ മാത്രമല്ല, നമ്മളെല്ലാവരും ചേർന്ന് സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ആ കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം, കറക്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ഞങ്ങൾ എല്ലാവരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ അതിനുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.